കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വി.ഡി. സതീശന് തന്നെ ആ നറുക്ക് വീണിരിക്കുന്നു. 11 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പഠിച്ച പണി 18 നോക്കിയിട്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വി.ഡി. സതീശന് മുന്നിൽ അണിനിരക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന ജനവികാരം വലിയ തോതിൽ ഉയർന്നിരുന്നു. MLA-മാരുടെ പിന്തുണയിൽ കെ.സി. വേണുഗോപാൽ അല്പം മുൻപന്തിയിലായിരുന്നുവെങ്കിലും ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും ആ തീരുമാനം എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച തീരുമാനം അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടായിരിക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തില്ലായിരുന്നു എങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി കേരളത്തിൽ ഉണ്ടാക്കും എന്ന് അറിയാൻ കഴിഞ്ഞു. VM സുധീരനും ഒപ്പം K മുരളീധരനും AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ കേരളത്തിലെ ജനവികാരം എന്താണ് എന്ന് കൃത്യമായി ബോധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനം ഹൈക്കമാൻഡിന് എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഇത് നിർണായകമായ ഒരു നിമിഷമാണ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ പ്രതിപക്ഷത്തെ മുന്നോട്ട് നയിച്ച പ്രതിപക്ഷ നേതാവ്, ഘടകകക്ഷികളെ വളരെ വലിയ രീതിയിൽ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു പ്രതിപക്ഷ നേതാവ്, ജൻസിയെ അടക്കം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സഹായിച്ച വി.ഡി. സതീശന്റെ പ്രസംഗങ്ങൾ, രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം, ജാതി സമവാക്യങ്ങളെ അപ്പാടെ മാറ്റി നിർത്തിക്കൊണ്ട് നടന്നു വന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, അങ്ങനെ എല്ലാം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് മറ്റു പാർട്ടിയിലുള്ള ജനങ്ങൾ പോലും ആഗ്രഹിച്ചു വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന്. അങ്ങനെ ഹൈക്കമാൻഡിന് ജനങ്ങളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. ഹൈക്കമാൻഡ് തീരുമാനം അല്പം വൈകിയാണെങ്കിലും ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചിരിക്കുന്നു.